ഹലോ ഗായ്സ്, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് ലുലു മാളിലേക്കാണ് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻട്രൻസ് വഴി കയറിയപ്പോൾ തന്നെ അവിടെ മീനും കാര്യങ്ങളൊക്കെ കണ്ട് വേറെ കുറച്ച് നേരം അതിനെയൊക്കെ പോയി കളിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ എസ്കലേറ്ററിൽ കയറിയപ്പോൾ തന്നെ മാവേലീനെ കണ്ടപ്പോൾ തന്നെ സേറ പോയിട്ട് ഹായൊക്കെ കൊടുത്തു. അങ്ങനെ സേറാക്ക് ലുലുവിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പാർക്കേഴ്സിൽ കയറണം. അങ്ങനെ നമ്മൾ സ്പാർക്കേഴ്സിലൊക്കെ പോയി 2 റൈഡിന് ഞാനും കയറി കേട്ടോ. ഒരു എന്താ പറയുക, മറ്റേ നമുക്ക് കിടന്നു കൊണ്ടിട്ട് മസാജിങ് പോലത്തെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുട്ടത്തലേൻ്റെ തല അടിച്ച് പൊളിക്കുന്ന ഒരു റൈഡ് ഉണ്ടായിരുന്നു. ആരോടോ ഉള്ള ദേഷ്യം പോലെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ സേറ കൂടുതലും കളിച്ചുകൊണ്ടിരുന്നത് വണ്ടികളിലാണ് കേട്ടോ. ഇവളുടെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള റൈഡാണ്. ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ സ്റ്റാറ്റസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇവൾ ഇങ്ങനെ ഈ റൈഡിൽ എപ്പോഴും വന്നാലും കയറി. അങ്ങനെ ഇവളുടെ ബാക്കിലിരിക്കുന്ന ഒരു കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. സേറാക്ക് അങ്ങനെയൊന്നുമില്ല. സേറ ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് അതിലിരിക്കുന്നത്, ചാച്ചയൊക്കെ പറഞ്ഞു. അങ്ങനെ അത് അവിടെ നിർത്തി ആ കുട്ടീനെ ഇറക്കി കേട്ടോ. ഒരു ആൺകുട്ടിയായിരുന്നു. ആൺകുട്ടീനെ ഇറക്കി പിന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് സേറാക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതൊന്നല്ല, അവൾക്ക് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള നമുക്ക് ടാറ്റയൊക്കെ തന്ന് അങ്ങനെ പതിയെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റൈഡെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവൾ പശുവിനെ കണ്ടപ്പോൾ അവൾ എന്നിട്ട് പറഞ്ഞു ഉമ്മി ഉമ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കയറി കുറച്ച് നേരം ഇതാക്കി. അപ്പോൾ നിന്നൊക്കെ നോക്കണേട്ട് സേറാക്ക് ഭയങ്കര സന്തോഷമാണ്. ഇക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇവളെ കുറേ റൈഡിലേക്ക് കയറ്റുന്നതൊക്കെ കൊണ്ടിട്ട് അങ്ങനെ പേടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടുതലും മൂപ്പരാൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളാണ്. ഇതേപോലത്തെ വണ്ടി കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് റൈഡെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നപ്പോഴാണ് ട്വിസ്റ്റിംഗ് ഐസ്ക്രീം കണ്ടത്. സേറാക്കാണെങ്കിൽ അയാൾക്കാണെങ്കിൽ ഇപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. സേറാക്ക് പറ്റിക്കുന്ന സ്വഭാവം അവൾക്ക് ഇഷ്ടമല്ല. ലാസ്റ്റാണെങ്കിലോ അയാൾ കിടന്നിട്ട് ഭ്രാന്താക്കിയിട്ട് അവൾക്ക് ഐസ്ക്രീം കിട്ടണില്ലല്ലോ. ആ ദേഷ്യത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മി ഇതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല മോള് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് 2-3 പ്രാവശ്യം ഇതാക്കിയപ്പോഴത്തേക്കും സേറ നല്ല കരച്ചിലായി. പിന്നെ അവൾക്ക് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ 2 കോഫിയൊക്കെ കുടിച്ച് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ പോകണ്ടേന്നുള്ളൊരു ഇതിൽ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് പതിയെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്.